ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ കലാം പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും ആഴത്തിലിറങ്ങി ചിന്തിക്കാനും ഒക്കെയുള്ള അവസരം നമുക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. 1 മുതൽ സൂറത്തു ആല ഇമ്രാൻ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഒരുപാട് പേര് മനഃപ്പാടാക്കി, അല്ലാത്ത പേര് അതിന്റെ എന്താ പറയാ അർത്ഥങ്ങളും ഒക്കെ കേട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ അയച്ച് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവരുടെയും പരിശ്രമത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ അല്ലെ, നാളെ പരലോകത്ത് ആകാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ ഒന്ന് തുടക്കം മുതൽ ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ ആയത്ത് ഒന്നുകൂടി അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തൗറാത്തും ഇഞ്ചീലും ഇറക്കപ്പെട്ടതിനെ കുറിച്ചും മുൻപുള്ള ആൾക്കാർക്ക് അള്ളാഹു താല വേദഗ്രന്ഥം ഇറക്കിയതും അതിൽ വിശ്വസിച്ചതും അല്ലെ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചൊക്കെ അള്ളാഹു താല പറഞ്ഞു.
അള്ളാഹുവിന് ഒന്നും തന്നെ അല്ലെ, ഈ ഭൂമിയിലോ ആകാശത്തോ ഒന്നും തന്നെ അറിയാത്ത മറഞ്ഞതായിട്ടൊന്നുമില്ല. അതുപോലെ ഗർഭാശയങ്ങളിലുള്ളതും അല്ലെ, അതിനെ രൂപപ്പെടുത്തുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേപോലെ അള്ളാഹു പറഞ്ഞു ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത്ത്. അവൻ തന്നെയാകുന്നു നിന്റെ മേൽ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. അതിൽ ആയാത്തും മുഹ്കമാത്തും ഉണ്ട് അല്ലെ, സുവ്യക്തങ്ങളായ ആയത്തുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലെ നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ആയത്തുകൾ ഉണ്ട് അതില്. ആയാത്തും മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ്. അവയാണെന്ത്? വേദഗ്രന്ഥത്തിന്റെ മൂല അല്ലെ, മാതാവ് എന്നറിയപ്പെടുന്ന പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായ വ്യക്തമായ കാര്യങ്ങൾ അതാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്? ഉഖറു മുതശാബിഹാത്ത്. പിന്നെ ചിലത് എന്തുണ്ട്, അതേപോലെ സാദൃശ്യമുള്ളതും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ അതേപോലെ നല്ല പരസ്പര സാദൃശ്യം തോന്നുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, വ്യക്തമാകാത്ത അല്ലെ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാകാത്ത അങ്ങനെയുള്ള ആയത്തുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ, അവർ അല്ലെ, അതായത് പിന്നെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു എന്ന് പറയുമ്പോ ശരിക്കും പറയുന്നത് അറിയോ, ഹക്കിൽ നിന്ന് ബാത്തിലേക്ക് പോയ ആൾക്കാരെന്ന് പറയും. എന്നുവെച്ചാല് സത്യം മനസ്സിലാക്കിയിട്ട് തെറ്റിപ്പോയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഫയത്തബിഊന മാ തശാബഹ മിൻ അല്ലെ, അതിൽ നിന്ന് പരസ്പരം സാദൃശ്യമുള്ളതിനെയാണ് അവർ പിൻപറ്റുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇബ്തിഗാഅൽ ഫിത്ന, ഒരു കുഴപ്പം ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിലോ ദുർവ്യാഖ്യാനം ചെയ്യാം. അതിന്റെ വ്യാഖ്യാനത്തിൽ അതില് ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ ഹൃദയങ്ങളിൽ വക്രതയുള്ള ആൾക്കാർ എന്താക്കുന്നു? പരസ്പരം സാദൃശ്യമുള്ളതിനെ പിൻപറ്റുന്നു. എന്നാൽ അല്ലാഹു തആല പറയുന്നുണ്ട് വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. അതിന്റെ വ്യാഖ്യാനം അല്ലെ, അത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയാൻ കഴിയില്ല. പിന്നെ വറാസിഖൂന ഫിൽ ഇൽം, അറിവിൽ അടിയുറച്ച ആൾക്കാർ അല്ലെ, അവർ പറയുന്നതാണ് യഖൂലൂന ആമന്നാ ബിഹി, ഞങ്ങൾ അതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് തന്നെയാകുന്നു. വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരല്ലാതെ ഉറ്റാലോചിക്കുന്നില്ല അല്ലെ. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ പിന്നെ നമ്മൾ മനസ്സിലാക്കി ചില ആയത്തുകൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആയത്തുകൾക്കും മുതശാബിഹായ ആയത്തുകൾ എന്ന് പറയും. അപ്പോ ആ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകള് ശരിക്കും അതിന്റെ ശരിയായ രൂപത്തിലുള്ള മുഹ്കമത്തായ ആയത്തുകൾ ഉണ്ട് അല്ലെ. അപ്പൊ മുതശാബിഹായ ഒരു ആയത്ത് നമ്മൾ കണ്ടാൽ ഒരുപക്ഷെ അതിന്റെ വിശദീകരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അല്ലാഹു തആല വേറെ സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തമായ തെളിവും വ്യക്തമായ അറിവും അവിടെ വെച്ചിട്ട് ഹൃദയങ്ങളിൽ വക്രതയുള്ള ആൾക്കാർ എന്താക്കും? മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, വൈരുദ്ധ്യമായ നിലയിൽ അതിനെ പിന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാദൃശ്യമുള്ള ആയത്തുകൾ എടുക്കും, മറ്റേത് അവിടെ വെക്കും അല്ലെ. അപ്പം ശരിക്കും ഇപ്പം ഹലാൽ എന്താണ്, ഹറാം എന്താണെന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ ഓരോ കാര്യങ്ങൾ, തെറ്റുകൾ, തിന്മകൾ ചെയ്താൽ അതിനുള്ള ശിക്ഷാവിധികൾ, ഇസ്ലാമിലെ ശിക്ഷാവിധികൾ, ശിക്ഷ അല്ലാത്തത് ആയിട്ടുള്ള തന്നെ ചില കാര്യങ്ങൾക്കുള്ള വിധികൾ അല്ലെ, അതെല്ലാം നമുക്ക് അല്ലാഹു തആല വ്യക്തമായും കൃത്യമായും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർ എന്താക്കൂല, ആ വ്യക്തമായതിനെടുക്കാതെ പരസ്പരം സാദൃശ്യമുള്ളതിന്റെ പിന്നാലെ പോയിട്ട് ആൾക്കാർ മനുഷ്യന്മാർക്കിടയിൽ എന്തുണ്ടാക്കും? ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും അല്ലെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്മാർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് നേരായ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കാൻ നോക്കും. സത്യത്തില് പിന്നെ നമ്മള് ഒരിക്കലും ആ ഒരു ഇതിൽ പെട്ടുപോകാൻ പാടില്ല. ഈ ഒരു പിന്നെ അതാണ് അടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വക്രതയുള്ള ആൾക്കാര് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ അതിൽ കേട്ടിട്ട് ഇപ്പം ഈ എന്താ പറയാ യുക്തിവാദികൾ അല്ലെ, അവരെ വിശ്വാസം എന്താന്ന് വെച്ചാല് പിന്നെ അങ്ങനെ ഒരു ദൈവം തന്നെ ഇല്ല എന്നുള്ള നിലക്കാണ് അവര് വാദിക്കുന്നത് അല്ലെ.
അവര് പല കാര്യങ്ങളും എന്നിട്ട് എന്താക്കും ഓരോന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ പിന്നെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ എന്താക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ അവര് അവിശ്വസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് പിന്നെ ബഹുദൈവാരാധന പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന അവരുടെ മതത്തിൽ ചെയ്യുന്ന ആ ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും, പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ആയത്തുകളെ വളച്ചൊടിക്കും അല്ലെ. അപ്പൊ അതിൽപ്പെട്ട ഒരു ആയത്ത് ഞാൻ പറഞ്ഞു, നമ്മള് സൂറത്തുൽ ബഖറയിൽ പറയുന്ന ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന എന്ന് പറയുന്നില്ലേ, അവിടെ ശരിക്കും പിന്നെ അന്നത്തെ അറബികൾക്കിടയിൽ ഈ റാഇന എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢി എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. ശരിക്കും അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞങ്ങളെ പരിഗണിക്കണേന്നാണ്. പക്ഷെ രണ്ടർത്ഥം ഉണ്ട് അതിന്, ദ്വയാർത്ഥം എന്നുള്ള പദങ്ങളാന്ന് പറയുന്നത്. അപ്പം അവര് മനഃപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കാൻ വേണ്ടിട്ട് എന്താക്കും, റായിനാന്ന് വിളിക്കും. റായിനാന്ന് പറയും എന്ന് വെച്ചാൽ ഞങ്ങളെ കൂട്ടത്തില് വിഡ്ഢി എന്നുള്ള അർത്ഥത്തില്. സത്യത്തില് പിന്നെ അള്ളാഹു താല അപ്പോ അവിടെ തിരുത്തി എന്നല്ലേ, സഹാബാക്കളെ തിരുത്തി. എന്താ പറയുന്നത്, നിങ്ങൾ ഇനി ആ വാക്ക് ഉപയോഗിക്കണ്ട, ഉള്ളൂർന്നാന്ന് പറഞ്ഞാൽ മതി അല്ലെ. നിങ്ങൾ നോക്ക്, നമ്മളിലേക്ക് ഒന്ന് നോക്ക്, ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ടില്ലേ ഇന്നത്തെ മുസ്ലിയാക്കന്മാര് ആ ഒരു ആയത്തിനെ പോലും വളച്ചൊടിക്കുന്ന പറയുന്നത്. എങ്ങനെ അവര് പറയുന്നത്, ഇപ്പോഴും നമുക്ക് എന്താക്കാ ഈ രൂപത്തിൽ അള്ളാഹുന്റെ റസൂലിനോട് പറയാൻ ഖുർആനിലെ ആയത്തുണ്ട്, എന്തേ റസൂല നമ്മളെ നോക്കാൻ, നമ്മളെ കാര്യങ്ങളിൽ നോക്കാൻ അള്ളാഹിനെ പോലെ തന്നെ അള്ളാഹിന്റെ റസൂലിനും കഴിവുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്തിനെ തന്നെ എന്താക്കിയാണ്, വളച്ചൊടിക്കുകയാണ്. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അല്ലെ, എല്ലാത്തിനും ആൾക്കാരുണ്ട്, എല്ലാ നിലക്കും ഖുർആനെ, പരിശുദ്ധ ഖുർആനെ വളച്ചൊടിച്ച് ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് പിന്നെ പ്രശ്നങ്ങളും സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറായാൽ ഒരിക്കലും എന്താവൂല, അത്തരത്തിൽ നമ്മൾ പെട്ടുപോകൂല. പിന്നെ അത് കൂടാതെ അള്ളാഹു തആല പറയുന്നില്ല, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥന പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഈ ആയ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒന്ന് രണ്ട് ആയത്തുകൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. സൂറത്ത് സുമർ, ഖുർആൻ കയ്യിലുണ്ടെങ്കിൽ സൂറത്ത് സുമർ എടുക്കാം, എന്നിട്ട് 23-ാമത്തെ ആയത്ത് എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാ പറയുന്നത്. പക്ഷെ അവിടെ മുത്തശാബിഹ് എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചെറുതായിട്ട് നിങ്ങൾ വിശദീകരിച്ച് തരാന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ജസ്റ്റ് അർത്ഥം പറയാം അല്ലെ. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു തആലയാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചെന്ന് പറയുന്നത്. അഹ്സനൽ ഹദീസ്, അഹ്സനൽ ഹദീസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. കിതാബൻ മുതശാബിഹൻ മസാനി, കിതാബൻ മുതശാബിഹൻ, കിതാബ് അല്ലെ, ഒരു ഗ്രന്ഥം എങ്ങനെയുള്ള ഗ്രന്ഥം? മുതശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ള. മസാനിയ, മസാനി എന്ന് പറഞ്ഞാല് ആവർത്തിത വചനങ്ങൾ അല്ലെ, ആവർത്തിത വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരസ്പര സാദൃശ്യമുള്ള ഒരു ഗ്രന്ഥത്തെ, ഏറ്റവും നല്ല വർത്തമാനം അല്ലെ, അത് അവതരിപ്പിച്ചത് അള്ളാഹു ആകുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ, ജുലൂദ് തൊലികൾ, ചർമ്മങ്ങൾ, അതുപോലെ ഖുലൂബ് അവരുടെ ഹൃദയങ്ങളും എന്താകും? അള്ളാഹുവിനെ ആ ഒരു ഭയം കൊണ്ട് പിന്നെ വിറകൊള്ളുന്ന് പറയും. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പിന്നെ തഖ്ശഇർ എന്ന് വെച്ചാൽ വിറകൊള്ളുന്നും വരും, രോമാഞ്ചപ്പെടുന്നും പറയും. നമുക്കൊരു ഇത് അനുഭവപ്പെടുന്നില്ലേ നമുക്ക് ആ രീതിയിൽ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവരുടെ ചർമ്മങ്ങൾ അതുകൊണ്ട് രോമാഞ്ചമണി എന്ന് പറയുന്നത്. സുമ്മ തലീനു ജുലൂദുഹും ഖുലൂബുഹും ഇലാ ദിക്രില്ല, പിന്നെയോ അതിശേഷം അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും എല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം വിനീതമായി തീരുകയും ചെയ്യും.
വാഹിദത്താത്താന്റെ സ്ക്രീൻ ഷെയറിംഗ് ആകുന്നുണ്ടാ? സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്താൽ മതി. വേറെ ആരുവാണ് സേവ് പോവാ. അപ്പൊ പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നത്? എന്താ അതിന്റെ ഒരു ബോർഡ്? അതില്ലേ പിന്നെ ഇവര് സ്ക്രീൻ പ്രസന്റേഷൻ ആകുന്നതാണ്, സ്ക്രീൻ ഷെയറിംഗ് ആയിപ്പോയതാണ്. ഓക്കെ ശരി. സുമ്മ തലീനു ജുലൂദുഹും ഖുലൂബുഹും ഇലാ ദിക്രില്ല. അവരുടെ ചർമ്മങ്ങളും തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് അങ്ങേയറ്റ വിനയാന്വിതരായി മാറും അല്ലെ. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ. അതാകുന്നു അള്ളാഹുവിന്റെ ഹിദായത്ത് അല്ലെ. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ എന്താക്കുന്നു? ഹിദായത്തിലാക്കുന്നു. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ആരെങ്കിലും അള്ളാഹു വഴിവേവിലാക്കുന്ന പക്ഷം അവന് വഴി കാണിക്കാൻ ആരും ഉണ്ടാകൂല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഖുർആനിന്റെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അഹ്സനൽ ഹദീസ് അല്ലെ, ഏറ്റവും നല്ല വർത്തമാനം. സത്യത്തില് അല്ലെ പരിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥം അറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് സാവകാശത്തിൽ നമ്മളത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വർത്തമാനം തന്നെയാണത്. ഒരു സംശയവുമില്ല അല്ലെ, ഒരു സംശയവുമില്ല. അത് നമുക്ക് ഏറ്റവും നല്ല, നമുക്ക് അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ അനുഭവം തന്നെ മതി അതിന് സാക്ഷിയായിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് സമാധാനത്തിൽ പാരായണം ചെയ്യാം. അപ്പൊ അത് ഏറ്റവും നല്ല വർത്താനം എന്നത്. പിന്നെയോ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാല് പരസ്പരം സാദൃശ്യമുള്ള അല്ലെ, മുത്തശാബിഹ്. അപ്പം അത് പിന്നെ ചില നമുക്ക് അങ്ങനെ തോന്നും അല്ലെ. പിന്നെ ചില ആയത്തുകൾ കാണുമ്പോ പിന്നെ അതിന്റെ അത് ക്രമീകരിച്ചിട്ടുള്ള ആ ഒരു ക്രമം, പിന്നെ ആ സാഹിത്യ ശൈലി, പിന്നെ ഓരോന്നിന്റെയും അർത്ഥം അല്ലെ, ഓരോന്നും നമുക്ക് എന്താണ്, ഓരോന്നും മറ്റൊന്നിനോട് ഒരു സാദൃശ്യമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പരസ്പരം ഒരു സാദൃശ്യമുള്ളത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം പിന്നെ ഇത് ഖുർആനിന്റെ ഒരു സവിശേഷതയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സത്യത്തില് ഈ പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളില്ലേ, അത് നമ്മളെ മേലെ ഒരു പരീക്ഷണം കൂടിയാണെന്നാ പറയുന്നത് സത്യത്തില്. സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം എന്താന്ന് വെച്ചാല് അത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ചിന്തിച്ച് ഉറ്റാലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് എന്താക്കാൻ കഴിയും? അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, അതിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ശരിക്കും മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ എന്നാ പറയുന്നത്, പരസ്പര സാദൃശ്യം അല്ലെ. പിന്നെ വരുന്നത് മസാനിയാണ് അല്ലെ, ആവർത്തിത വചനങ്ങൾ. ശരിക്കും ഓരോ കാര്യങ്ങളും ചരിത്രങ്ങൾ തന്നെ എത്ര തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. മൂസാ അലൈഹി സ്വലാമിന്റെ ചരിത്രം ഓരോ സ്ഥലത്ത് എത്ര തവണയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ബോറടിപ്പിക്കാനാ? ഒരിക്കലും അല്ല അല്ലെ. നമുക്ക് ഓരോ സ്ഥലത്ത് പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ ഗുണപാഠങ്ങൾ നമുക്ക് അല്ലാഹു തആല ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അല്ലെ. അതുപോലെ വിധിവിലക്കുകള്, പിന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ എത്ര തവണയാന്ന് ആവർത്തിച്ചു വരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇങ്ങനെ ആവർത്തിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമുക്കില്ലേ ഓരോന്നും പറഞ്ഞു തരുന്നു. സ്വർഗം നിങ്ങൾക്ക് അങ്ങനെ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അങ്ങനെയുണ്ട്, സ്വർഗത്തിൽ ഇങ്ങനെയുണ്ട്, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങൾ അല്ലെ. എത്ര സ്ഥലങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ പിന്നെ വിധിവിലക്കുകൾ, താക്കീതുകൾ, അള്ളാഹുവിന്റെ മൂലെ നദീറും വന്നിട്ടുണ്ട്, ബഷീറും വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ മുമ്പ് ഒരു വർക്ക് കൊടുത്തിട്ട് ഒരുപാട് പേര് അത് കണ്ടെത്തിയിട്ടില്ലേ, നദീറും ബഷീറും വരുന്നത് അല്ലെ. അതെ, സന്തോഷ വാർത്തയും അതുപോലെ മുന്നറിയിപ്പ്, താക്കീത്. ഇത് എത്ര സ്ഥലങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. പിന്നെ കഥകള്, ഉപദേശങ്ങൾ, ഉപമകള്, ചില ഉപമകള് അല്ലെ, അതുപോലും അള്ളാഹു എത്ര ഭംഗിയിലാണ് നമുക്ക് ഓരോന്ന് വിവരിച്ച് തരുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ ഒരു വിഷയം കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിഷയം അല്ലെ, ഒരു വശം തീരുമ്പോഴേക്ക് വേറൊരു വശം, അങ്ങനെ എന്താ പറയാ, ഒന്നിന്റെ വിശദീകരണം മറ്റൊരിക്കൽ, അങ്ങനെ പല നിലക്കും അല്ലാഹു തആല എന്താക്കാണ് നമുക്കിത് അല്ലെ വിവരിച്ചു തരാം. അപ്പം ഇതൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠതകളാണ് അല്ലെ. പിന്നെ
അത് മാത്രമല്ല മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും കൂടുതൽ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവും ഏതാണ്? ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അല്ലെ. നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുമ്പോഴൊക്കെയും നമുക്കതിന്റെ ആസ്വാദനം കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നല്ലാതെ ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്കൊരു വിരസതയോ ഒരു ബോറടിയോ അല്ലെ ഒന്നും തോന്നുന്നില്ല. അതിനോട് കൂടുതൽ നമുക്ക് ഇഷ്ടം വരുന്നതല്ലാതെ ഒരു മടുപ്പ് നമുക്ക് അല്ലാഹു തആല അല്ലെ അതിന് തോന്നിപ്പിക്കുന്നില്ല. അതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അള്ളാഹുവിനെ കൊണ്ടല്ല ഒരു കഴിവും ശക്തിയും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അള്ളാന്റെ ഓരോ കുദ്റത്തും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു ആയത്തിൽ നിങ്ങൾ സൂറത്തുൽ സുമർ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടോന്ന് അറിയില്ല. ബാക്കി കൂടി പറയണോ? ആയത്തിന്റെ ബാക്കിയും കൂടി പറയണോ? ബാക്കി പറ, നോക്കുന്നുണ്ട്. ഓക്കെ. ബാക്കി പറയുന്നുണ്ട്, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും അല്ലെ. അള്ളാനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അതുകൊണ്ട് വിറകൊള്ളുന്ന പറയുന്നത്. അപ്പം നമ്മള് ആ രീതിയിൽ ആകണം അല്ലെ. നമുക്ക് ഓരോ ആയത്ത് വരുമ്പോ ഇങ്ങനെ രോമാഞ്ചം വരണം. നമ്മുടെ തൊലികൾക്ക് അതിന്റെ ഫീലിംഗ് വരുന്ന രീതിയിലാകണം നമ്മൾ. ആ രീതിയിലേക്ക് നമ്മളെ ഈമാൻ അള്ളാഹു ഉയർത്തി തരട്ടെ. ആമീൻ അല്ലെ. ഓരോ കാര്യങ്ങളും പിന്നെ താക്കീതുകൾ വരുമ്പോ ഓരോ ലക്ഷ്യങ്ങൾ അല്ലെ. ശരിക്കും സത്യവിശ്വാസിയായ ഭയഭക്തിയുള്ള ഒരാളുടെ ഹൃദയം അതിൽ നടുക്കവും രോമാഞ്ചവും അനുഭവപ്പെടുന്ന പറയുന്നത്. സത്യത്തില് പിന്നെ ഇത് അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം കൊണ്ടാണ് അത് ഉണ്ടാകുന്ന പറയുന്നത്. അല്ലാണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കിയത് കൊണ്ടോ പിന്നെ അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമല്ല പോലും. അത് ശരിക്കും അള്ളാഹുവിലുള്ള ഒരു ദൃഢവിശ്വാസം അതുകൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്ന പറയുന്നത്. അപ്പം റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ഇത് നമ്മള് മനസ്സിലാക്കാം. പിന്നെ അടുത്ത ഇതിൽ പറയുന്നത് എന്താന്ന്, ആ ഒരു പിന്നെ ഈമാൻ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സുമതലീനു ജുലൂദുഹു അല്ലെ. അതായത് അവര് ആ വിശ്വാസം വർദ്ധിക്കുകയും അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിലേക്ക് എന്താ ചെയ്യുന്നത്, തവക്കുല. ആദ്യം പിന്നെ ഭയപ്പാടുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ പറയുന്ന സുമതലീനു ജുലൂദുഹു ഖുലൂബുഹും ഇലാ ദിക്രില്ല. അള്ളാഹുവിലേക്ക് അല്ലെ, അള്ളാഹുവിലേക്ക് അള്ളാന്റെ ദിക്റിലേക്ക് അങ്ങനെ മയപ്പെട്ട് വരികയാണ് അവരുടെ ഹൃദയവും തൊലികളും. ആദ്യം ഒരു ഞെട്ടലും ഭയവും അല്ലെ. പക്ഷെ പിന്നീട് എന്താകുന്നത്, അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം കീഴൊതുങ്ങിയില്ലേ, അള്ളാഹിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉപദേശങ്ങൾ മാനിച്ച് അല്ലെ, ആ രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോ എന്താ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം അല്ലെ, ആവേശം, കൂടുതൽ നന്മകൾ വർദ്ധിക്കാൻ അല്ലെ, അതുപോലെ എന്തെങ്കിലും തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ധാരാളമായി പാപമോചനം ചെയ്യാൻ, ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാകുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു പിന്നെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നതോടൊപ്പം അവർ അള്ളാഹിന്റെ ദിക്ർ ഹൃദയത്തിൽ വരികയും അങ്ങേറ്റം അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അല്ലെ ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് മനസ്സുകൾ മാറിയും. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ ഓരോന്നും നമ്മള് മനസ്സിലാക്കുക. അള്ളാഹു തആല ഈ പരിശുദ്ധ ഖുർആന്റെ ഈ ഓരോ വചനങ്ങളിലെ സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്തിന്റെ ആ ഒരു വിശദീകരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ അള്ളാഹു തആല പറഞ്ഞു ദാലിക ഹുദല്ലാഹ് അല്ലെ, അതാണ് അള്ളാന്റെ ഹിദായത്താകുന്ന സന്മാർഗം, മാർഗദർശനം. യഹ്ദി ബിഹി മൻ യശാ, അവന് അല്ലെ അവൻ മുഖേന അത് ആ ഒരു വിശ്വാസം നമ്മളെ ഹിദായത്താകുന്ന അള്ളാഹിന്റെ സന്മാർഗം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു പറയും. ഇനി ആരെങ്കിലും വഴിപിഴവിലാകുന്ന പക്ഷം എന്തില്ല, വഴികാട്ടാൻ ആരും തന്നെ ഇല്ല അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മുമ്പിൽ അള്ളാഹു നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു തരുന്നുണ്ട്. പക്ഷെ പിന്നെ അതിലേക്ക് നമ്മൾ എത്തുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വഴി കാണിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ മുമ്പിൽ രണ്ട് മാർഗങ്ങൾ അള്ളാഹു വ്യക്തമായി തെളിച്ച് കാണിച്ചു തരുന്നുണ്ട്. ശരി ഏതാണ് തെറ്റേതാണെന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, അറിയിച്ചു തരുന്നുണ്ട്. എന്നിട്ടും ആ വഴിയിലേക്ക് പോകാത്ത ആള് പിന്നെ വഴി കാണിക്കാൻ ആരും ഉണ്ടാവൂല, പിന്നെ ഒരു വഴികാട്ടിയായിട്ട് ഒരാളും ഉണ്ടാവൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്രയോ വലിയൊരു അനുഗ്രഹമാണല്ലേ അള്ളാഹു നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി ജീവിപ്പിക്കുന്നു അല്ലെ, മുഅ്മിനായി അല്ലെ, മുത്തഖിയായി മുഖ്ലിസായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെ തുടക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കൂല അല്ലെ.
സഹാബാക്കളിൽ പലരും മുസ്ലിമായി ജനിച്ചവരല്ല അല്ലെ, പക്ഷെ അവര് മുസ്ലിമായിട്ടാണ് എന്തായത് മരണപ്പെട്ടത്. അവര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് അല്ലെ. അവരുടെ മുൻകാലഘട്ടത്തില് ജീവിതം ഒന്നും നോക്കൂല അല്ലാഹു തആല. അവർ മരണപ്പെടുന്ന സമയത്ത് അവർ എപ്രകാരമായിരുന്നു അല്ലെ. നമ്മളതും അങ്ങനെ തന്നെ. നമ്മളൊരു മുസ്ലിമായ മാതാവിനും പിതാവിനും നല്ല സാലിഹായ ഒരു ഉമ്മാക്കും ഉപ്പാക്കുമാണ് നമ്മൾ ജനിച്ചത് എന്ന് കരുതി നമുക്ക് എന്ത് കിട്ടൂല, നമുക്ക് സ്വർഗം കിട്ടൂല. നമ്മൾ മരിക്കുമ്പോ നമ്മൾ സ്വാലിഹാകണം അല്ലെ. ഏറ്റവും നല്ല ഈമാനുള്ള നല്ല അവസരത്തിൽ അള്ളാഹു നമ്മളെ റൂഹ് പിടിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈമാനിന്റെ ആ ഒരു നല്ലതായ അവസ്ഥ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം അപ്പൊ ഈ ഒരു ആയത്തില് ഇവിടെ ആ മുത്തശാബിഹം മസാനി പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ആയത്ത് ഓതിയത്. ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതും പരസ്പര സാദൃശ്യമുള്ളതുമായ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ പഠിച്ച സൂറത്തുൽ ബഖറ ഉണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ ഹാഫിദു അലസ് സ്വലവാതി വസ്വലാത്തിൽ വുസ്ത എന്നുള്ള ആയത്തില്ലേ, വഖൂമു ലില്ലാഹി ഖാനിതീൻ, അവിടെ നിസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. നിസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വസ്വലാത്തിൽ വുസ്ത എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ ശരിക്കും ആ ഉസ്ത, ആ മധ്യമ നമസ്കാരം എന്നുള്ള ആ ഒരു ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അല്ലെ. നിസ്കാരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വസ്വലാത്തിൽ വുസ്ത അല്ലെ, മധ്യമ നമസ്കാരം പ്രത്യേകം പറഞ്ഞു. സത്യത്തില് ഇതും ഒരു മുത്തശാബിഹായ ഒരു ആയത്താണ്. കാരണം ഇവിടെ മധ്യമ നമസ്കാരം എന്ന കാര്യത്തിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാ പറയുന്നത്. അസർ നിസ്കാരാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹദീസുകളിൽ ഒരുപാട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ചില ആയത്തുകൾ ഈ പറഞ്ഞ രീതിയിൽ മുത്തശാബിഹായ ആയത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ ഹദീസുകളുടെ പിൻബലത്തോടു കൂടി നമുക്ക് എന്താക്കി തന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ ഹദീസും കൂടി എടുക്കുക എന്നുള്ളത് അത് നമ്മളെ മേൽ നിർബന്ധമാണ്. കാരണം വെറും ഖുർആൻ മാത്രം ആകാൻ പാടില്ല അല്ലെ. ചില ആൾക്കാരുണ്ട്, ചില സംഘടനകളുണ്ട് അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വെറും ഖുർആൻ മാത്രമേ അവർ എടുക്കൂ. അങ്ങനെ എടുത്തതിനെ ഒരിക്കലും നമുക്ക് എന്താക്കാൻ കഴിയില്ല, പരിപൂർണമായും പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കൂല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം, അവിടെ പരിശുദ്ധ ഹദീസിന്റെയും കൂടി പിൻബലം നമുക്ക് അത്യാവശ്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ളുഹർ എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ സുബ്ഹി എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ അസർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു ആലം. ഞാനധികം അത് അസറിനോട് ചോദിച്ചാന്ന് തോന്നുന്നത്. കൂടുതലും പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതും എല്ലാം കൂടി നോക്കുമ്പോ ഏകദേശം അസറാണെന്നുള്ള കാര്യത്തിലാണ് പ്രബലമായിട്ട് അതിന്റെ അഭിപ്രായം വരുന്നത്. അപ്പൊ ഇങ്ങനെ സാന്ദർഭികമായിട്ട് ഈ ഒരു വിഷയത്തിൽ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സംശയങ്ങളുള്ള പിന്നാലെ പോകരുത്. ഹൃദയങ്ങളില് സംശയങ്ങൾ ഉണ്ടാക്കി വെറുതെ അനാവശ്യമായ ചിന്തകൾ കടത്തിക്കൂട്ടി അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇടവരുത്തരുത്. ഓരോന്നിനും നമുക്ക് വ്യക്തമായും കൃത്യമായും ഉള്ള വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുമ്പിൽ തന്നിട്ടുണ്ട്. നമ്മൾ നല്ലോണം എന്താക്കുക, ഒരു നേരായ മാർഗത്തിൽ തെറ്റിപ്പോകാതിരിക്കാൻ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ റാസിഖൂന ഫിൽ ഇൽം അല്ലെ, ആ റാസിഖൂന ഫിൽ ഇൽം ആകണം. നമ്മൾ അറിവിൽ അടിയുറച്ചവരാകണം. അപ്പൊ നമ്മൾ അറിവ് അന്വേഷിക്കണം, അത് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ. അറിവ് നേടുന്നതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം ഇല്ല ഉലുൽ അൽബാബ്, ആ ഉലുൽ അൽബാബിൽ ഉൾപ്പെടാം നമ്മൾ അല്ലെ. ഉലുൽ അൽബാബിലേക്ക് നമ്മൾ എത്തണം. അവരാണ് കാര്യങ്ങൾ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനോടൊപ്പം എന്തും കൂടി വേണം. നമ്മളിപ്പം അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നു തന്നിട്ടുണ്ട് അല്ലെ.
അൽഹംദുലില്ലാ. ആ ഹിദായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ എന്താക്കണം? റബ്ബിനോട് നല്ലോണം പ്രാർത്ഥിക്കണം. അതാണ് അടുത്ത വചനത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഞാൻ നമ്മള് ഖുർആൻ ക്ലാസ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കേ ചെയ്യലില്ല. എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. ഒരു മിനിറ്റ്, ആരോ വന്ന് ബെല്ലടിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ വരുന്ന ആയത്തുകൾ ഓതുമ്പോൾ നല്ലതാണ്. കാരണം അത് നിസ്കാരത്തിലും കൂടി ആവുമ്പോൾ അതിനൊന്നും കൂടി അതിന്റെ ശ്രേഷ്ഠത കൂടുതലാവുമല്ലോ. അപ്പൊ ഇവിടെ പറയുന്നെന്താ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ്, ഞങ്ങളെ നീ എന്താക്കരുത്? തെറ്റിക്കരുതേ റബ്ബേ, അല്ലെ? വക്രമാക്കരുതേ. എന്ത്? ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളെ നീ തെറ്റിക്കരുത് റബ്ബേ. എന്ത്? ബഅദ, ശേഷം, അല്ലെ? ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം, അല്ലെ? ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ ഹൃദയങ്ങളെ നീ എന്താക്കരുത്? തെറ്റിക്കരുത്. ഒരു മിനിറ്റ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് ശേഷം, സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കല്ലേ റബ്ബേ. ശരിക്കും ഇത് നമ്മൾ മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്ന് എത്രയോ ആൾക്കാര് മുസ്ലിങ്ങളിൽ തന്നെ യുക്തിവാദത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, അല്ലെ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അവര് വേണ്ടാണ്ട് ചിന്തിച്ച് ശരിക്കും യുക്തിവാദം സംബന്ധമായ പ്രസംഗങ്ങളൊന്നും കേൾക്കരുത് ആരും. കേൾക്കാനോ അവരോട് സംസാരിക്കാനോ അവരോട് വാദിക്കാനോ ജയിക്കാനോ പോകണ്ട. അങ്ങനെയുള്ള ആൾക്കാർ വായിദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കണം. കാരണം അവരോട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അതിന് പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് സംസാരിക്കട്ടെ. അല്ലാതെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ഒരു യുക്തിവാദിനോടും പോയി സംസാരിക്കാൻ പോകണ്ട. അവരെ നന്മ ഉദ്ദേശിച്ച് നമ്മൾ പറയാ, നല്ലത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഹിദായത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പക്ഷെ കൂടുതൽ നമ്മൾ എന്താക്കണ്ട? അവരോട് സംസാരിക്കാൻ പോകണ്ട. കാരണം എന്താ വെച്ചാല് തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ചിന്തയൊക്കെ മാറിപ്പോവും. അപ്പൊ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, നേരായ മാർഗത്തിൽ. ഇപ്പൊ നമുക്ക് ഹിദായത്ത് എന്ന് പറയുന്ന ആ ഒരു സന്മാർഗം അള്ളാഹു നമുക്ക് നൽകി, അല്ലെ? അൽഹംദുലില്ലാ. നമ്മള് ഹിദായത്തിന്റെ വഴിയിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴിയിൽ നമ്മൾ തെറ്റിപ്പോയാലോ പിന്നെ നമ്മൾ ലക്ഷ്യം മാറും, അല്ലെ? മാർഗം മാറിയാൽ ലക്ഷ്യം മാറും, അല്ലെ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം നമ്മളെ മുമ്പിൽ എപ്പോഴും സ്വർഗം എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മളെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ എപ്പോഴും റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം. കാരണം, അല്ലെ? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹു തആലയോട് പറയും വഹബ്, ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം, അല്ലെ? വഹാബ് എന്ന് പറയുന്നില്ലേ, ധാരാളമായി നൽകുന്നവൻ. വഹാബ് നമ്മൾ പഠിച്ചതല്ല, വഹാബ്, അതിൽ നിന്ന് വന്നത് വഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണേ, പ്രദാനം ചെയ്യണേ. എന്ത്? മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന്, നിന്റെ വകയായിട്ട് എന്ത്? റഹ്മത്തൻ, കാരുണ്യം. അള്ളാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക്, ഇല്ലേ, ഹിദായത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഈ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ കാരുണ്യം വേണം. പറയുന്നില്ലേ, ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ അതിൽ പോലും അള്ളാന്റെ കാരുണ്യം നമുക്ക് ഉണ്ടാകണം. അള്ളാന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നമ്മളിലേക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എന്താക്കാൻ കഴിയും? ഈ ഒരു ഇൽമിന്റെ മാർഗത്തിൽ, ദീന് പഠിക്കുന്ന മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നമ്മള് സൂറത്തുൽ കഹ്ഫിൽ ഒരു ദുആ ഇല്ലേ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ, അല്ലെ? അവിടെ പറയുന്നത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. അവിടെ ആ ഒരു കൂട്ടം യുവാക്കള് രാജാവിന്റെ ആ അക്രമഭരണം, അല്ലെ, അതിൽ നിന്നും അഭയം തേടുകയാണ് അള്ളാഹുവിലേക്ക്. അവർ പ്രാർത്ഥിച്ച റബ്ബനാ ഹബ്ലനാ അങ്ങനത്തെ അല്ലേ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ, ഏറ്റവും നല്ല നേരായ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിൽ വന്ന അത്തരം പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത് പ്രാർത്ഥിക്കാൻ.
ഓരോ ഓരോ നിസ്കാരത്തിൽ ഓരോ നിസ്കാര ശേഷം ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ വൈസ് ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ ഒട്ടുമിക്ക പ്രാർത്ഥനകളും കവർ ചെയ്യാൻ കഴിയും. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതൊന്നും മറന്നു പോവുകയും ചെയ്യില്ല. നേരെ മറിച്ച് എപ്പോഴെങ്കിലും ഞാനിങ്ങനെ പറയുമ്പോൾ ഒന്ന് ഓർമ്മിച്ച് ഒന്ന് എടുത്തു നോക്കി ചൊല്ലി പിന്നെ ഓർമ്മയില്ല, അങ്ങനെ ആ രീതിയിലേക്ക് ആകരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ ഖുർആനിലെ വന്ന പ്രാർത്ഥനകൾ മാത്രമേ വാങ്ങാൻ കിട്ടും. പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പൊ നിസ്കാരത്തിന് ശേഷം ഒരു 5 പ്രാർത്ഥന നിങ്ങൾ കാണാതെ പഠിച്ചാൽ എന്താണെന്നറിയോ, നമുക്ക് നിസ്കാരത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ, നിസ്കാരത്തിൽ തന്നെ നമുക്ക് ഓതാം, പിന്നെ പ്രാർത്ഥനകളായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നല്ല പ്രാർത്ഥനകളും ആണല്ലേ, അതിന്റെ സന്ദർഭവും സാഹചര്യം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിന്റെ ആ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാം. റബ്ബന ലാ തുസിഗ് ഖുലൂബന അല്ലെ, ഈമാൻ ഹിദായത്ത് എന്നൊക്കെ പറയുന്ന ഈ ഒരു സമ്മാനം ഇത് നമ്മളിൽ നിന്ന് ഡിസ്മിസ് പോകാതിരിക്കാനാണ് ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു നേരിന്റെ വഴിയിലൂടെയാണ് നമ്മളെ യാത്ര അല്ലെ, ഇത് നമ്മളിൽ നിന്ന് പിൻവലിച്ചു പോകാൻ പാടില്ല. പിൻവലിക്കപ്പെട്ടാലോ നമ്മളാകെ അല്ലെ അന്ധകാരത്തിലായി പോകും, കൂരാക്കൂരിരുട്ടിലായി പോകും, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നരകാഗ്നിയിൽ പതിക്കാൻ കാരണമായി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ ഈ ഒരു ഇത് അല്ലെ, നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് എന്താണ്, തുരുമ്പുടിക്കുന്ന പറയുന്നുണ്ട് അല്ലെ, വെള്ളിയും പിന്നെ ഇരുമ്പും ഒക്കെ തുരുമ്പുടിക്കുന്നത് പോലെ കറ പിടിക്കുന്നത് പോലെ ഈമാനും കറ പിടിക്കുന്ന പറയും. അപ്പം ആ കറ കളയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്, ദിക്റാൻ, അള്ളാഹുവിന്റെ ദിക്റാൻ, അള്ളാഹിന്റെ ദിക്ർ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാം അല്ലെ. ദിക്ർ നിലനിർത്തി കൊണ്ടുപോകുമ്പോ നമ്മളിൽ എന്താകൂല, കറ പിടിക്കൂല. അതായത് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, അത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാകാം, ദിക്റുകൾ ധാരാളം ചൊല്ലുന്നതാകാം, എന്തായാലും കുഴപ്പമില്ല അല്ലെ. നമ്മൾ ഇന്നലെ ഞാന് ഒരു സഹോദരി ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, എല്ലാ ദിക്റുകളും കോർത്തിണക്കിയിട്ട് ഒരു ഇത് പറഞ്ഞു. സത്യത്തിൽ അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി. ജസാക്കല്ലാഹ് ഖൈർ. എന്തേലും പേര് നസീമ, മാഷാ അല്ലാ. ഞാൻ നിങ്ങളത് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ തന്നെ അതിങ്ങനെ ചൊല്ലാൻ വേണ്ടിട്ട് ഒരു ഓർഡറിൽ ഒന്നുമില്ലെങ്കിലും അതൊരു ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ അന്ന് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് അത് ഒരു ഓർമ്മയോടുകൂടി അതിങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ആമീൻ ആമീൻ. അന്ന് കേൾക്കാത്താക്ക് വേണ്ടിട്ട് ഒന്നും കൂടി പറയാന് നസീംത്ത ഒന്ന് പറഞ്ഞേ, കേട്ടോട്ടെ. അതല്ല, നമ്മള് വീട്ടില് ജോലി ചെയ്യുമ്പോ തന്നെ എല്ലാ ദിക്കറും എന്ന് വെച്ചാല് ദിക്കറുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് മലക്കുകൾ ഇങ്ങനെ വരുന്ന അറിയുന്നില്ല. അപ്പൊ അതിലൊരാളാവൂലേ നമ്മള്. അപ്പൊ നമ്മള് വീട്ടില് അപ്പൊ എല്ലാവരും ചില ആള് പറയും എന്തിനാ തട്ടിടുന്നേ, വീട്ടിലിടുമ്പോ തട്ടിടണം. പക്ഷെ നമ്മൾ ആ മലക്കുകളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിടാൻ തോന്നും. തട്ടിട്ട് കഴിയുമ്പോ നമുക്ക് എല്ലാ ജോലിയും എന്ത് ജോലി ചെയ്യുമ്പോ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലി. അത് നമ്മളോട് രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റാലും അള്ളാഹു നിർബന്ധമായിട്ട് പറയാൻ പറയുന്നുണ്ട്. 3 പ്രാവശ്യം ഉറക്കുന്ന നനയിച്ചു കഴിഞ്ഞാല് ഇയാള് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥന വേണമെങ്കിലും സ്വീകരിക്കുന്നുള്ള ഇതിലും അത് പറയുന്നുണ്ട്. പിന്നെ അറഫയില് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന അത്. അപ്പൊ നമ്മളെപ്പോഴും അറഫയിലായില്ലേ, നമ്മൾ അറഫയില് പിന്നെ ഈ ആദ്യമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മള് വീട്ടിലാണെങ്കിൽ പോലും നമുക്കത് 100 തവണ അല്ല എത്ര തവണ ആദ്യമാർക്കോ തന്നെ അത് ചെല്ലാം. ഇത് മൊത്തമായിട്ട് എന്താ പറയണ്ടേ, സ്വർഗത്തിലെ നിധി എന്ന് പറയുന്നത് രാഹുല വലാക്കുവത്തേറ്റാണ് എല്ലാം എന്താ പറയാ, എല്ലാം കോർത്തിണക്കിയോടെ നമുക്ക് എല്ലാ പ്രതിഫലവും ഒരുമിച്ച് കിട്ടാൻ ആഗ്രഹിക്കുമ്പോ നമുക്ക് ഇതിങ്ങനെ ചെല്ലാൻ പറ്റും. മാഷാ അല്ലാ, മാഷാ അല്ലാ. ജസാക്കല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ എന്നാലും ഇതിന്റെ അപ്പുറം വേണമെങ്കിൽ എന്താക്കാം, നമുക്ക് വേറെയും ഈ മാലയിലേക്ക് എന്താക്കാം കോർത്തിട്ട് നമുക്ക് പറയാം അല്ലെ, ഓർമ്മിച്ച് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് പിന്നെ ഓരോന്നിന്റെ ശ്രേഷ്ഠത മനസ്സിൽ ഓർമ്മിച്ചിട്ട് തന്നെ പറയുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഫീലിംഗും തന്നെയാണ്, ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെയുള്ള ദിക്റുകൾ പതിവാക്കുക. ഈ പറഞ്ഞ പോലെ ഓരോന്നും കോർത്തിട്ട് കൂടുതലാക്കിയിട്ട് ചൊല്ലാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം പിന്നെ നമ്മളെ ഹിദായത്ത്
നമ്മള് ഈമാൻ അല്ലെ അത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമ്മൾ ഇത്തരം ദിക്റുകൾ അത് പതിവായി ചെയ്യുക. എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകുക, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ദിക്റ്. ഇപ്പൊ നാവ് കൊണ്ട് ചൊല്ലുമ്പോ അതിന്റെ മഹത്തൊക്കെ ഓർമ്മിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നെല്ലാം പറയുമ്പോ സ്വർഗത്തിലെ നിധിയാന്ന് അല്ലെ. നമ്മളെ എല്ലാ പ്രയാസങ്ങൾ എന്തെങ്കിലും പണി നമുക്ക് ഭാരമായി തോന്നുമ്പോ അത് ചൊല്ലിയാൽ മതി, അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലെ. മലക്കുകൾക്ക് അർശ് വഹിക്കാൻ പ്രയാസമായിട്ട് അവർ പറഞ്ഞപ്പോ അള്ളാഹു തആല തന്നെ അവരോട് പറഞ്ഞത് എന്താന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട്, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അത് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അത് പറയാനാ പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ എന്താക്കുക, നമ്മളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ആരോടെങ്കിലും പോയി പറയാന്നല്ല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ചൊല്ലിയാൽ മതി അല്ലെ, ഇങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പൊ നമ്മൾ എന്താക്കുക, അത് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലാം. എത്ര വലിയ ഭാരമുള്ള പണിയും ചുരുങ്ങിയിട്ട് നമുക്ക് എളുപ്പമായി തരും എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്തും നമ്മൾ ഈ പറഞ്ഞ അള്ളാഹ് പറഞ്ഞ നമുക്ക് വേണ്ട ആയുധങ്ങളെല്ലാം നമ്മളെ മുമ്പിൽ അള്ളാഹ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താക്കുന്നില്ല, അത് എടുക്കുന്നുമില്ല, പ്രയോഗിക്കുന്നുമില്ല. അതാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഒരു ശത്രു വരുമ്പോ ശത്രുവിനെതിരെ പോരാടാനുള്ള എല്ലാ സാമഗ്രികളും നമ്മളെ മുമ്പിൽ അള്ളാഹ് നമ്മളെ കൈമേൽ തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താക്കുന്നില്ല, അത് എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ നമ്മൾ ഓരോ ആയുധവും നമ്മൾ എന്താക്കുക, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാതെ ഷോക്കേസിൽ വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ കാണാൻ വേണ്ടിയാണ് പ്രദർശിപ്പിക്കേണ്ട. മനസ്സിലായ? ഷോക്കേസിൽ വെക്കാനുള്ളതല്ല, ഇതെല്ലാം നമുക്ക് എന്താണ് ഉപയോഗിക്കാനുള്ളതാ. അള്ളാഹു അല്ലെ ഓരോന്നും സാന്ദർഭികമായി നമുക്ക് പ്രയോഗിക്കാനുള്ള ആ ഒരു ഓർമ്മയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഇവിടെ പറഞ്ഞത് റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നിശ്ചയമായും നീ എന്താണ്, അൽ വഹാബ് അല്ലെ. അല്ലാഹു തആലയെ കുറിച്ച് ഇന്നക അൻതൽ വഹാബ്, നീ അങ്ങേറ്റം വലിയ അല്ലെ ധാരാളമായി നൽകുന്ന ആളാണ് റബ്ബേ. അതുകൊണ്ട് നിന്റെ മക്കളിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ എന്താക്കരുത്, വൈകേടിലാക്കല്ലേ റബ്ബേ. ഞങ്ങളെ നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ തെറ്റിക്കല്ലേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത ആയത്ത് എന്താ പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത്. ശരിക്കും എങ്ങനെയാന്ന് വെച്ചാല് അള്ളാഹു കൃത്യവും വ്യക്തമായ ആയത്തുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പരസ്പര സാദൃശ്യമുള്ള ആയത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഹൃദയങ്ങളിൽ രോഗമുള്ള അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ വക്രതയുള്ള നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അല്ലെ, മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നവും കുഴപ്പവും ഉണ്ടാക്കുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാരെന്താക്കും, പിന്നെ സാദൃശ്യമുള്ളതിനെ ഫോളോ ചെയ്യും അല്ലെ. സത്യത്തില് ഇങ്ങനെയൊക്കെ നമ്മള് തെറ്റായതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, നമുക്കുള്ള നഷ്ടം എവിടെയാണ്? ദുനിയാവിൽ മാത്രമല്ല അല്ലെ നഷ്ടം എന്ന് പറയുന്നത്, ആഖിറത്തിലും നഷ്ടം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന പറഞ്ഞ് അടുത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബേ അല്ലെ, അല്ലാഹുവേ റബ്ബന നീ എന്താണ്, ഇന്നക തീർച്ചയായും നീ ജാമിഉൻ നാസ്, ജാമി എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അല്ലെ. ആരെ? അന്നാസ് മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നവനാണ് റബ്ബേ. അത് ലിയൗമിൻ ഒരു ദിവസം അല്ലെ, ഒരു ദിവസത്തേക്ക്. ഏതൊരു ദിവസമാണ്? ലാ റൈബ ഫീ അതിലെന്തില്ല, ഒരു സന്ദേഹമില്ല, ഒരു സംശയവും ഇല്ലാത്ത ഒരു ദിവസമുണ്ട് റബ്ബേ അല്ലെ. അന്നത്തെ ദിവസം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അല്ലെ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, നിശ്ചയമായും അള്ളാഹു എന്താക്കൂല, അവൻ ചെയ്ത വാഗ്ദത്തം അല്ലെ, വാഗ്ദത്തം ഒരിക്കലും എന്താക്കൂല, നിരസിക്കൂല അല്ലെങ്കിൽ ലംഘിക്കൂല. അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അള്ളാഹു എന്താക്കും, തീർച്ചയായിട്ടും അള്ളാഹു പാലിക്കുക തന്നെ ചെയ്യും. അപ്പം നാളെ പരലോകത്ത് ഖിയാമത്ത് നാളില് റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ് നമ്മൾ എന്ന കൃത്യമായ ബോധം അവിടെ ഉണ്ടാകണം. പിന്നെ അള്ളാഹു പറഞ്ഞ വാഗ്ദാനം, അപ്പം നമ്മള് നേരായ മാർഗത്തിലായിട്ട് വഴികേടിലായി പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളിപ്പം മരിക്കുന്ന സമയത്ത് നേരായ വഴിയിലല്ല എന്ന് വിചാരിക്കാം. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. എക്സാമ്പിൾ പറയാം, ആദ്യമൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്, പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാൻ ഇല്ലാണ്ടാ മരിച്ചതെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും പരലോകത്ത്? പണ്ട് കുറെ ചെയ്ത സൽക്കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടുവോ? ഒരിക്കലും ഇല്ല അല്ലെ, ഒക്കെ നഷ്ടത്തിലായിരിക്കും ഉണ്ടാകാൻ. അപ്പൊ
അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഇതിന്റെ ദിവസത്തിന്റെ ഗൗരവം നമ്മളെ മനസ്സിൽ ഓർമ്മിച്ച് തന്നെ നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. പിന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലെ, സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു താല പറയുന്നില്ലേ, എന്താ പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖൻ അല്ലെ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, സൂറത്തുൽ ലുഖ്മാൻ 8-ാമത്തെ ആയത്ത്. എന്നിട്ട് ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖൻ വഹുവൽ അസീസുൽ ഹകീം പറയുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സ്വർഗത്തോപ്പുകളുണ്ട്, അനുഗ്രഹീതമായ സ്വർഗത്തോപ്പുകൾ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. എന്നിട്ട് അവിടെ അടുത്ത വചനമായിട്ട് ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് വഅദല്ലാഹി ഹഖാ, അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണ്, അത് സത്യമാണ്. വഹുവൽ അസീസുൽ ഹകീം, അള്ളാഹു അസീസാണല്ലേ, പ്രതാപിയാണ്, ഹക്കീമാണ്, യുക്തിമത്തായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അല്ലെ, ഹക്കീമാണ്, തത്വജ്ഞാനിയാണ്. അപ്പൊ അള്ളാഹു ഒരിക്കലും എന്താക്കൂല, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഇതുപോലെ വേറൊരു ആയത്തും കൂടി ഉണ്ടല്ലോ, ഇന്ന വഅദല്ലാഹി ഹഖ് എന്ന് പറയുന്നത്, വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ അല്ലെ. അവിടെ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, അവിടെ നമ്മളൊരു ശിക്ഷ, ഒരു പിശാചി നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം പിശാചിന്റെ വഞ്ചനയിൽ നമ്മൾ അകപ്പെട്ടു പോയാല് നമ്മൾ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പൊ പിന്നെ നമുക്ക് സംഭവിക്കുന്നത് ദുരന്തമായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മളോട് ജാഗരൂകരാകാൻ പറയുന്നതാണ് അല്ലാഹു തആല അവിടെ. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്ത്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അല്ലെ, അള്ളാഹു ഒരിക്കലും നേരായ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം പറയാം, എന്നിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ്, ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ലാ തുസിഗ്, തുസിഗ് അവിടെ ഗൈനാണ്, ഐനല്ല ഗൈനാണ്, പുള്ളിയുള്ള ഗൈൻ. ആ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങൾ അല്ലെ, ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം അല്ലെ, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, നിശ്ചയമായി നീ ഏറെ നൽകുന്നവനാണ് അല്ലെ, ഒരുപാട് നൽകുന്നവനാണ്, ഒരു അതിരില്ലാതെ അല്ലെ, പരിധിയില്ലാതെ നൽകുന്നവനാണ് അല്ലാഹു തആല. റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹ്, ആ ഒരു ദിവസം അല്ലെ, ആ ഒരു ദിവസത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു, അതിലെന്തില്ല, ഒരാൾക്കും ഒരു സംശയവുമില്ല അല്ലെ, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, മീആദ് എന്ന് വെച്ചാൽ വാഗ്ദാനം, വാഗ്ദത്തം അല്ലെ, അള്ളാഹു നിശ്ചയിച്ച ആ ഒരു നിശ്ചയിച്ച അവധി, അത് അള്ളാഹു എന്താക്കൂല, അതില് യാതൊരു വ്യത്യാസം വരൂല, അതില് അള്ളാഹു എതിര് പ്രവർത്തിക്കൂല, അള്ളാഹു അത് ലംഘിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അൽഹംദുലില്ലാഹ്, സൂറത്തു ആല ഇമ്രാൻ ഒരു പേജ് നമ്മൾ പൂർത്തിയായി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. അടുത്ത ആഴ്ച പിന്നെ പുതിയ ആയത്ത് എടുക്കൂല, പകരം റിവിഷൻ ആയിരിക്കും. ഹിഫ്ള് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും റിവിഷൻ ചെയ്യുക, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പഠിക്കുക, ഓതുക. വേണമെങ്കിൽ എനിക്ക് ഓതി അയച്ചു തരാം, വിരോധമില്ല. ആഗ്രഹമുള്ളവർ എത്രത്തോളം പഠിക്കാൻ കഴിയും അത്രത്തോളം പഠിച്ചെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു തആല അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അല്ലെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന്റെ വക്താക്കളായി ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസ എന്ന് പറഞ്ഞ ആ ഒരു ഗണത്തിലെ അള്ളാന്റെ കുടുംബക്കാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. തെറ്റിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ ചുറ്റിലുണ്ട് അല്ലെ. ഇസ്ലാം മതത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും വിമർശന വിധേയമാക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും അല്ലെ, ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളെ തന്നെ അല്ലെ തെറ്റായ നിലക്ക് അതിനെ വ്യാഖ്യാനിച്ച്
നമ്മളെ മുസ്ലിം നാമധാരികളായ ആൾക്കാർ തന്നെ എന്താക്കുന്നു, പിന്നെ ആൾക്കാരെ വഴിതെറ്റിക്കാൻ അല്ലെ. അപ്പം പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനും ഏറ്റവും കൂടുതൽ നമ്മളെ ഈമാൻ ദറജ അല്ലെ നല്ല ശക്തമായ ഈമാനിന്റെ ഉടമകളാക്കി അള്ളാഹു നമ്മളെ എല്ലാവരെയും മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ദിക്ർ, പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങള് അത് അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് എപ്പോഴും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ ഈ സമ്മാനം നീ ഒരിക്കലും നീ പിൻവലിക്കല്ലേ റഹ്മാനെ. നീ ഒരുപാട് നൽകുന്നവനാണ് അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ ധാരാളമായി നിന്റെ കാരുണ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ റബ്ബെ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. നിന്റെ കാരുണ്യം ലഭിക്കുന്ന ആൾക്കാരിൽ ഉൾപ്പെടാനുള്ള അമലുകൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈക്കൊണ്ടുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ഈമാൻ എപ്പോഴും നല്ല തിളക്കമുള്ളതാക്കി കൊണ്ട് നടക്കാൻ റഹ്മാനായ റബ്ബെ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐക്യവും സൗഖ്യവും സമാധാനവും നിലനിർത്തി നല്ല ഒരു കുടുംബാന്തരീക്ഷം നിലനിർത്തി നൽകണേ റഹ്മാനെ. എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ഇന്നത്തെ ഈ ദുനിയാവിന്റെ എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. പിശാചിന്റെ കെണിയിൽ അകപ്പെടാതെ അവന്റെ വലയിൽ അകപ്പെടാതെ ഏറ്റവും നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഹിദായത്ത് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം എപ്പോഴും നിന്നിൽ കീഴൊതുങ്ങിക്കൊണ്ട് നിന്നിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد والحمد لله رب العالمين.